നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ കാര്യമാണ്. ഇന്നലെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ച കാര്യം. ശരിക്കും എന്താണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബംഗ്ലാദേശിൽ നടന്ന സംഭവം നാളെ ഇന്ത്യയിലും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവിടെ നടന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിൽ നിന്ന് തുടങ്ങി അത് വലിയൊരു രൂക്ഷമായിട്ടുള്ള ഒരു വയലൻസിലേക്ക് മാറി, ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുന്നു. അത് അവസാനം കമ്മ്യൂണൽ വയലൻസിലേക്ക് മാറുന്നു. ഇപ്പൊ ഹിന്ദുക്കൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആന്റി ഹിന്ദു വയലൻസ് ഒക്കെ അവിടെ നടക്കുകയാണ്. ഹിന്ദുക്കൾക്ക് എഗിനസ്റ്റ് ആയിട്ട് ഹിന്ദുക്കളെ തല്ലിച്ചതയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറിയേക്കാണ്. അതുകൂടാതെ തന്നെ പ്രൊട്ടസ്റ്റേഴ്സ് അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ ശില്പങ്ങളും വലിയ വലിയ പ്രതിമകളും ഒക്കെ തല്ലിപ്പൊട്ടിച്ച് ഉടച്ചു കളയുവാണ്. അതുകൊണ്ടാണല്ലോ ഷെയ്ഖ് ഹസീന എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഷെയ്ഖ് ഹസീനയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർക്കും ഇനി അവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം അവരും നമ്മുടെ രാജ്യത്തേക്ക് ചിലപ്പോൾ റെഫ്യൂജീസ് ആയിട്ട് വന്നേക്കാം. അപ്പൊ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ഇത്രയധികം വിജിലന്റ് ആയിട്ട് കാണുന്നത്? എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിന് 1971 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പം ഈസ്റ്റ് പാകിസ്ഥാൻ, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശായിട്ട് മാറിയിരുന്നത്. അപ്പം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ഇന്ത്യയാണ്. കാരണം അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഇന്ത്യയുമായിട്ട് വളരെയധികം സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഒരു ഫ്രണ്ട്ലി ട്രീറ്റി ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം അന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നേതാവായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെയാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് തല്ലി തകർക്കുന്നത്. അപ്പൊ ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ഏറ്റവും കൂടുതൽ കാലഘട്ടം അവിടെ പ്രധാനമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹസീന. അവരെയാണ് തല്ലി താഴെ ഇറക്കിയേക്കുന്നത്. ബംഗ്ലാദേശിന് വേണ്ടി കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റിസർവേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസർവേഷൻ സിസ്റ്റത്തിനകത്ത് ഫ്രീഡം ഫൈറ്റേഴ്സിനും അവരുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് റിസർവേഷൻ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അത് സിവിൽ സർവീസ് എക്സാമുകളിലും ഗവൺമെന്റ് എക്സാമുകളിലും ഒക്കെ റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 30% റിസർവേഷനാണ്. അപ്പൊ ഇതിന് എഗിനസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിപ്പോ ഒരു കമ്മ്യൂണൽ വയലൻസ് ആയിട്ട് മാറിയേക്കാണ്. അപ്പൊ ആ സ്റ്റുഡൻസിനെ ഇളക്കി വിട്ടത് ഏതോ ഗൂഢശക്തികളാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ബംഗ്ലാദേശിന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സേഫ് ആണ്. അവിടെ വലിയ രീതിയിൽ വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയല്ല. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ആയിക്കോട്ടെ, ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കേണ്ട ആവശ്യം ആർക്കുണ്ട്? പാകിസ്ഥാനുമുണ്ട്, ചൈനയ്ക്കുമുണ്ട്. അതാണ് ഇവിടെ നടന്നത്. അപ്പൊ ഈ ഷെയ്ഖ് ഹസീന അവിടെ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സംഘടനയായിട്ടുള്ള ജമായത്ത് ഇസ്ലാം, അത് പാകിസ്ഥാനിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഒരു സംഘടനയെ അവിടെ നിന്ന് ബാൻ ചെയ്തു. അവരെ വേണമെങ്കിൽ ഒരു തീവ്രവാദി സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയധികം കമ്മ്യൂണൽ വയലൻസ് വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ആക്ടിവിസം വെച്ച് പുലർത്തുന്ന സംഘടനകളെ ഒക്കെ തന്നെ നമുക്ക് ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം ഈ തീവ്രവാദി സംഘടനയെ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയെ അവിടെ നിന്ന് ആര് ബാൻ ചെയ്തതാണ്? ഈ ഷെയ്ഖ് ഹസീന ബാൻ ചെയ്തതാണ്. അതും കൂടി കാരണമാണ് എന്ത്? ഷെയ്ഖ് ഹസീനയുടെ നിലനിൽപ്പ് ഇത്രയധികം അവതാളത്തിലായത്. അപ്പൊ ഈ ജമായത്ത് ഇസ്ലാം ആണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയതെന്നാണ് ഇപ്പൊ പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ഈ സ്റ്റുഡൻസിനെ ഇളക്കി വിട്ടത് ഈ ഒരു ഓർഗനൈസേഷനാണ്. അതിനുശേഷം എന്താണ്? ഇപ്പൊ ഈ ഒരു മന്ത്രിസഭ താഴെ ഇറങ്ങി. ഇനി വരാനിരിക്കുന്ന മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആർക്ക് അനുകൂലമായിരിക്കും? ഈ ജമായത്ത് ഇസ്ലാമിന് അനുകൂലമായിരിക്കും. അങ്ങനെ ജമായത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് വരാൻ പോകുന്നതെങ്കിൽ പാകിസ്ഥാനും ചൈനയ്ക്കും അത് ഒരുപോലെ അനുകൂലമായിരിക്കും. അപ്പൊ ഇതിന്റെ പുറകിൽ ഏതൊക്കെ ഗൂഢശക്തികളാണ് കളിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ചൈനയുടെ ഗൂഢശക്തികളുമുണ്ട്, പാകിസ്ഥാന്റെ ഗൂഢശക്തികളുമുണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കറുത്ത കരങ്ങൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കുവാണ് ഇപ്പൊ ഇന്ത്യ. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പൊ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനും, നേരത്തെ ഇന്ത്യക്ക് ഫ്രണ്ട്ലി ആയിരുന്നു ബംഗ്ലാദേശ്, അപ്പൊ ഇന്ത്യക്ക് ഫ്രണ്ട്ലി അല്ലാതെ ആകുകയാണെങ്കിൽ പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ബംഗ്ലാദേശിൽ ഉള്ളതെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ വിജിലന്റ് ആയിട്ടിരിക്കേണ്ടി വരും ബംഗ്ലാദേശ് ബോർഡർ. അതായത് ഇതിനു മുമ്പ് പാകിസ്ഥാനിലെ ബോർഡറും ചൈനീസ് ബോർഡറും ഒക്കെ നമ്മൾ എത്രത്തോളം സെക്യൂരിറ്റി വെച്ചിട്ടാണോ നോക്കിക്കൊണ്ടിരുന്നത് അത്രയും സെക്യൂരിറ്റി വെച്ച് നമുക്ക് ബംഗ്ലാദേശ് ബോർഡറും നോക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ആന്റി ഹിന്ദു വയലൻസ് നടക്കുകയാണ്. ഹിന്ദുക്കൾക്ക് എഗിനസ്റ്റ് ആയിട്ട് ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ട് പോവുകയും അടിക്കുകയും ഒക്കെ ചെയ്യുവാണ്. വല്ലാത്ത പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വർഗീയവാദമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയുള്ള ഹിന്ദുക്കൾ, റെഫ്യൂജീസ് തീർച്ചയായിട്ടും എവിടേക്ക് വരും? ഇന്ത്യയിലേക്ക് വരും.
ഹിന്ദുക്കളായിട്ടുള്ള റെഫ്യൂജീസ് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, ഷെയ്ഖ് ഹസീനയുടെ സപ്പോർട്ടേഴ്സ്. അവർക്കും ഇനി അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അവരും സ്വാഭാവികമായിട്ടും എവിടേക്ക് വരും? ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ഒരു വലിയ റെഫ്യൂജി ഇഷ്യൂവും കൂടി ഇന്ത്യ ഫേസ് ചെയ്യാൻ പോവാണ്. മൊത്തത്തിൽ ഇന്ത്യക്ക് വല്ലാത്തൊരു അടിയാണ് കിട്ടിയേക്കുന്നത് ഈ ഒരു സംഭവം. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ബംഗ്ലാദേശിൽ നടന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു എക്സാമ്പിൾ ആണ്. നാളെ നമ്മുടെ രാജ്യത്തും അത് നടക്കാം. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലും ഉണ്ട്. അപ്പൊ ഇവിടെയും ഇതിനൊക്കെ തിരികൊളുത്തി തുടങ്ങി. പല പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ പടക്കങ്ങൾ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ ആൾക്കാരായിട്ട്. അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറിയ ചെറിയ കൂണുകൾ പോലെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു രാജ്യത്ത് അവിടെ നടന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തും അങ്ങനെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പൊ നമ്മുടെ ബോർഡേഴ്സ് മൊത്തം നമ്മുടെ ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞേക്കാണ്. ചൈന ഒരു വശത്ത്, പാകിസ്ഥാൻ ഒരു വശത്ത്. ഇപ്പൊ ബംഗ്ലാദേശും അവരുടെ അനുഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിനെയും ശത്രുപക്ഷത്ത് കാണേണ്ടി വരും. കാരണം ബംഗ്ലാദേശിന് നമ്മുടെ അനുകൂലമായിരുന്നു അവിടുത്തെ മന്ത്രിസഭ, അവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായിരുന്നു, ഇത്രയും നാളും ഫ്രണ്ട്ലി ആയിട്ടിരുന്നതാണ്. ഇപ്പൊ ഇന്ത്യയാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്നുള്ള രീതിയിൽ ഇനി ബംഗ്ലാദേശികൾ ഇന്ത്യയെ കാണണമെന്നില്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രധാനപ്പെട്ട നേതാവിന്റെ പ്രതിമ പോലും അവർ തല്ലി തകർക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരോടും അവർക്ക് എന്ത് കാണും? ദേഷ്യം കാണും. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വയലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യക്കാരോടും ദേഷ്യം കാണും. അതിനാൽ തന്നെ ഇന്ത്യയോട് ഭാവിയിൽ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഇനി അനുവദിക്കാൻ പാടില്ല എന്നത് നമ്മുടെ മന്ത്രിസഭയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മുമ്പിൽ കിട്ടിയേക്കുന്ന ഒരു വലിയ എക്സാമ്പിൾ ആണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യവും കൈവിട്ടു പോകും. ചെറിയൊരു പഴുതു മതി, എവിടെയെങ്കിലും ഉള്ള ചെറിയ വിള്ളൽ മതി, ആ വിള്ളലിൽ കയറി ഇവരെ കയറി പിടിച്ചോളും. ഒരു പ്ലേഗ് പോലെയാണ്, ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേഗ് പോലെയാണ്, ഒരു കറുത്ത പേമാരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ആ രീതിയിൽ എനിക്കൊന്നും ഈ ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത് നമ്മുടെ രാജ്യത്തെ ആയിരിക്കും. അപ്പൊ അവർക്ക് ചെറിയൊരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ ആ പഴുതിലൂടെ അവർ നുഴഞ്ഞു കയറി വരും. നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം എത്രയും ശക്തമായിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കുന്നോ, എത്രയും ശക്തമായിട്ട് നമ്മൾ അതിനോട് ഒത്തൊരുമിച്ച് നിൽക്കുന്നോ, എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ. അപ്പം ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിൽ നിന്ന് തുടങ്ങി അവിടുത്തെ റിസർവേഷൻ എഗിനസ്റ്റ് ആയിട്ട് ആൾക്കാർ പ്രവർത്തിച്ചു. ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. റിസർവേഷൻ എഗിനസ്റ്റ് ആയിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് പ്രക്ഷോഭം നടത്തുന്നു. കാരണം അവർക്ക് അൺഎംപ്ലോയ്മെന്റ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ജോലിക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം കൂടെ പ്രക്ഷോഭം നടത്തുന്നു. പക്ഷെ അതായിരുന്നില്ല. ആ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടതിന്റെ പുറകിൽ ഇങ്ങനത്തെ ചില കറുത്ത കരങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് പല ആൾക്കാരും മനസ്സിലാക്കുന്നത്. നമ്മുടെ നാഷണൽ ഇന്റലിജൻസ് ഏജൻസി വരെ പറയുന്നുണ്ട്, പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പോലും ഇപ്പോൾ വിജിലന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയധികം റെഫ്യൂജീസ് നമ്മുടെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ അതും ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നമ്മൾ റെഫ്യൂജീസിന്റെ കാര്യത്തിൽ കുറെ നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിന് രജിസ്ട്രേഷന്റെ കാര്യത്തിലൊക്കെ കുറെ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയധികം റെഫ്യൂജീസ് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ബൗണ്ടറിയിൽ കിടക്കുന്ന ആ ഒരു സ്റ്റേറ്റുകളിലൊക്കെ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും ചെറിയ രീതിയിലുള്ള പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നടന്ന വേറൊരു രാജ്യത്ത് നടന്ന പ്രശ്നം കൊണ്ടാണ്, വേറൊരു രാജ്യത്ത് നടന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തും അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നത്.